നമുക്ക് ചെയ്യാനുള്ളത് ഇത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുക, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. അത് സൂയിസൈഡ് ചെയ്യുന്ന ആ ഘട്ടം വരെ എത്തിയ ആളുകൾ മാത്രമല്ല, ജീവിക്കുന്ന തന്നെ ദുരിതമായിട്ട് ജീവിക്കുന്ന ഈ 300 ബില്യൺ നാഡീകോശങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ അവിടെ നിന്ന് തന്നെ മാനേജ് ചെയ്യണം. അത് ചിന്തകളിലൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ശരിക്കും ന്യൂറോ ഹാക്കിങ്, അതേപോലെ തന്നെ മൈൻഡ് ആൽഗോയുടെ കോർ എന്ന് പറയുന്നത്. മൈൻഡ് ആൽഗോ നമ്മൾ തുടങ്ങുന്നത് ഒന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ തുടങ്ങിയൊന്നുമല്ല. ഫസ്റ്റ് എനിക്ക് ഇൻസിഡൻറ്റ് ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഞാനന്ന് കാസർഗോഡ് അങ്ങേ അറ്റത്ത് മഞ്ചേശ്വരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നമ്മൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ജാഥ തുടങ്ങുന്ന പ്രോപ്പർ അവിടെ തന്നെ. ഏകദേശം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും ജാഥയൊക്കെ തുടങ്ങി വരാം. ഞാൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് കോൾ വരുന്നത്, എൻ്റെ റൂംമേറ്റ് ആയിരുന്നു ഫർഹാൻ ഒരു ആക്സിഡൻ്റ് ആയിട്ട് അവൻ മരണപ്പെട്ടു എന്ന് പറഞ്ഞ വാർത്ത വരുന്നത്. ഇതിൻ്റെ ഒരു ഏകദേശം 3 മാസം മുന്നേ അവൻ്റെ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര ചിയർഫുള്ളായിട്ട്, നമ്മളൊക്കെ എപ്പോഴും ഡൗൺ ആകുമ്പോൾ പോലും ഹാപ്പി ആയിട്ട് നിർത്തുന്ന, ഇതൊക്കെ എന്താടാ നീ ഇങ്ങനെയാണോ എന്ന് പറഞ്ഞ് നിർത്തുന്ന ഒരാളായിരുന്നു ഫർഹാൻ. 3 മാസം മുന്നേ കോൾ വന്നപ്പോൾ എനിക്കൊന്ന് കാണണടാ, നീ ഒന്ന് കാലിക്കറ്റ് വാ എന്ന് പറഞ്ഞു. ഓക്കെ, ഞാനൊന്ന് കാലിക്കറ്റ് ചെന്നു. ബീച്ചിൽ നിന്നായിരുന്നു ഞങ്ങൾ മീറ്റ് ചെയ്ത് സംസാരിച്ചപ്പം അവന് ഏകദേശം 4-5 വർഷത്തോളം ഒരു പ്രണയം ഉണ്ടായിരുന്നു. അത് എന്തൊക്കെ പറഞ്ഞ് അവർ തമ്മിലെന്തോ പ്രശ്നം ഉണ്ടായിട്ട് അവൾ പോയി. പക്ഷെ അവനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എത്ര പറഞ്ഞിട്ടും അവനങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്ന, അവനറിയാം അത് കാര്യമൊന്നുമില്ല, ഇതിൽ സങ്കടപ്പെട്ടിട്ട് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഓക്കെയാണ്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കുറച്ച് സമയമൊക്കെ ഞങ്ങൾ സംസാരിച്ചു, അവന് ഒരുവിധമൊക്കെ ഓക്കെ ആക്കി. അത് കഴിഞ്ഞ് ഞങ്ങൾ പള്ളി കയറി നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് അന്ന് രാത്രിയാണ് എനിക്ക് പിറ്റേന്ന് തന്നെ OP കയറേണ്ടതുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് ഇടയ്ക്ക് വിളിക്കും, ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊരു തവണ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു സൈക്കാട്രിക് കൺസൾട്ടേഷൻ ചെയ്യ്, കുറച്ച് പെട്ടെന്നുള്ളൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് കുറഞ്ഞ് കിട്ടുമെന്ന് പറഞ്ഞു. ഓക്കെ, അവന് കൺസൾട്ടേഷന് പോയി. പിന്നെ അധികം കോണ്ടാക്റ്റ് വന്നില്ല. ഞാനൊന്ന് ഭയങ്കര തിരക്കിലായിരുന്നു. OPയിൽ ഡെയിലി അറൗണ്ട് 100 ആൾക്കാരൊക്കെ വരുന്നു, ഭയങ്കരമായിട്ട് റഷ്. ഞാനിത് സംഭവം വിട്ടുപോയി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ശരിക്കും ഇത് അവന് ഭയങ്കര വണ്ടി ക്രേസുള്ള ആളായിരുന്നു. ബൈക്ക് അവന് ക്രേസായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബൈക്ക് തന്നെ ഒരു ലോറിക്ക് അടിയിലേക്ക് അവൻ തന്നെ ഓടിച്ച് കയറ്റി എന്നുള്ളതാണ് കണ്ടെന്ന് ആൾക്കാർ പറഞ്ഞത്. അത് കണ്ട് ശരിക്കും ഇത് ഭയങ്കര ഷോക്കായിരുന്നു എനിക്ക്. ഇത്രയും പ്രശ്നമൊന്നുമില്ല, കാഴ്ചയിലൊക്കെ ഓക്കെ ആയിരുന്നു, വിളിച്ചു ഓക്കെ. നമ്മളെപ്പോലെ നടന്ന ആൾക്കാർക്ക് ഇത്തരം മാനസിക പ്രശ്നം, അതിൻ്റെ ശേഷമാണ് ഞാൻ ശരിക്കും ഇത് പഠിക്കുന്നത്. ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരുന്ന രോഗികളായിരുന്നാലും ബാക്കി ഒക്കെ ആയിരുന്നാലും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് എവിടെയാണ് പ്രശ്നം എന്നുള്ളത് നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്, സൈക്കാട്രിസ്റ്റുകളുണ്ട്, സൈക്കോളജിസ്റ്റുകളുണ്ട്, ഒക്കെ ഉണ്ട് നമുക്ക് ചുറ്റും. എന്നിട്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഞാനൊന്ന് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു. അപ്പോൾ ഇതിൽ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സൈക്കോളജി സിസ്റ്റം ഭയങ്കരമായിട്ട് ഫ്രാഗ്മെൻറ്റഡ് ആണ്. കറക്റ്റായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള. അതിൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് റിയാക്റ്റീവായിട്ടാണ് പെരുമാറുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു, മാനസികപരമായിട്ട് ടെൻഷൻ വന്നു, അല്ലെങ്കിൽ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വന്നു, ആ സമയം മാത്രമാണ് നമ്മൾ ചികിത്സിക്കണോ അല്ലെങ്കിൽ കൗൺസിലിംഗ് എടുക്കണോ ഒക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് നമ്മൾ നീങ്ങുന്നത്. അതിന് പകരമായിട്ട് പ്രോ ആക്റ്റീവായിട്ട് ബാക്കി മുന്നേ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യും. ബാക്കി ശാരീരിക പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. മാനസിക പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് പ്രശ്നം ഭയങ്കര സീരിയസ് ആകുമ്പോൾ മാത്രമാണ് നമ്മളതിലേക്ക് കടക്കുന്നത്. അതേപോലെ തന്നെ ഈ സൈക്കോളജി സിസ്റ്റത്തിൽ ടോക്ക് തെറാപ്പി, പ്രധാനമായിട്ടുള്ളത് കൗൺസിലിങ്, പിന്നെ അതിൽ മാനേജ് ചെയ്യാൻ പറ്റാത്ത കേസുകളാണ് വരുമ്പോഴാണ് സൈക്കാട്രിക് കൺസൾട്ടേഷനൊക്കെ പോകുന്നത്. പക്ഷെ ഇത് പലപ്പോഴും ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ കൗൺസിലിംഗ് എടുക്കുന്നുണ്ട്, മെഡിസിൻ കഴിക്കുന്നുണ്ട്. ഇതിലൂടെ കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് അത് ശരിക്കും ഡോക്ടേഴ്സിൻ്റെ ആരുടെയും പ്രശ്നമല്ല, അത് സിസ്റ്റത്തിൻ്റെ ഒരു ഫാൾട്ടാണ്. ഇത് എങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ളത് ഞാൻ ഒരുപാട് ചിന്തിച്ചൊരു സംഭവമാണ്. എൻ്റെ OPയിലായിരുന്നാലും ബാക്കി ആ സമയത്താണ് ശരിക്കും എനിക്ക് ന്യൂറോ സയൻസ് റിസർച്ചുകൾ, നമ്മുടെ IISc ബാംഗ്ലൂരിൽ നടക്കുന്ന ന്യൂറോ സയൻസ് റിസർച്ചുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നതും പഠിക്കുന്നതും. അങ്ങനെയാണ് ശരിക്കും മൈൻഡ് ആൽഗോയിലൊക്കെ എത്തുന്നത്. മൈൻഡ് ആൽഗോയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പേടിയായിരിക്കാം, ആങ്സൈറ്റി ആയിരിക്കാം, നമ്മൾ പറയുന്ന ഡീപ്പർ ഇമോഷൻസൊക്കെ ശരിക്കും പ്രശ്നം കിടക്കുന്നത് മനസ്സിലല്ല. നിങ്ങൾ ചിന്ത കൊണ്ടോ CBT കൗൺസിലിങ്ങോ കൊണ്ടോ ഇതൊന്നും പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റില്ല. ഇറ്റ്സ് എ ന്യൂറൽ പാറ്റേൺ എന്നുള്ളതാണ്. നമ്മുടെ ബ്രെയിൻ്റെ അകത്തുള്ള പാറ്റേണുകളാണ് ഇവിടെ പ്രശ്നമുള്ളത്. ആ പാറ്റേണുകൾ മാറ്റണം. അത് റീവയർ ചെയ്യാത്തിടത്തോളം കാലം, ഇപ്പോൾ നോർമലി സൈക്കോളജിയിൽ ചെയ്യണമെന്ന് വെച്ചാൽ അവെയർനെസ് കൊടുക്കുക, ഇന്ന പ്രശ്നങ്ങളൊക്കെയാണ്, ഇന്നൊക്കെയാണ് സംഭവിക്കുന്നത്, ഓക്കെ അത് നീ മനസ്സിലാക്കുക എന്നുള്ളത്.
അധികം ആൾക്കാരും ഞാൻ കണ്ടിട്ടില്ല. ഏകദേശം ഇപ്പോൾ നമ്മൾ മൈൻഡ് ആൽഗോയിൽ തന്നെ 1000-ലധികം ആൾക്കാരെ മെൻറ്ററിങ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് അധികം ആൾക്കാർക്ക് ഇതൊക്കെ അറിയാം. നമുക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് നോളജ് ഉണ്ട്. എന്നിട്ടും അവർക്കിത് മാനേജ് ചെയ്യാൻ പറ്റാത്തത് അവരുടെ നെർവസ് സിസ്റ്റത്തിലെ ഈ പാറ്റേണുകൾ കാരണമാണ്. ഈ പാറ്റേണുകൾ എങ്ങനെ നമുക്ക് ഡീറെഗുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്, നെർവസ് സിസ്റ്റത്തിന് എങ്ങനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും, എവിടെയാണ് പ്രശ്നങ്ങളുള്ളത് അവിടെ പ്രോപ്പറായിട്ട് ഹാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് സാധിച്ചാൽ മാത്രമേ നമുക്കത് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. അല്ലാത്തിടത്തോളം കാലം നമ്മളിത് അവയർനെസ് ആയിരിക്കാം, അല്ലെങ്കിൽ സൈക്കാട്രിക് മെഡിസിൻസ് ആയിരിക്കാം. സൈക്കാട്രിക് മെഡിസിൻസ് ആയിരുന്നപ്പോൾ ആങ്സൈറ്റിക്ക് ഉണ്ടാകുന്ന SSRIയോ SNRIയോ മെഡിസിൻസൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് നമുക്കൊരു ആശ്വാസം കിട്ടും. അപ്പോഴത്തെ ഒരു മാനേജ്മെൻറ്റിന് മൈൻഡ് ആൽഗോ ടീമിൽ നമ്മളൊരു സൈക്കാട്രിസ്റ്റ് ഉണ്ട്. അപ്പോഴത്തെ ഒരു മാനേജ്മെൻറ്റിന് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറണ്ടേ? ഇത് ഭീകരമായിട്ടുള്ള അസുഖങ്ങളിലേക്ക്, കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള അസുഖങ്ങളിലേക്ക്, അതല്ലെങ്കിൽ ഫിസിക്കൽ അസുഖങ്ങളിലേക്ക്. ആങ്സൈറ്റി വന്നാൽ അധികം ആൾക്കാർക്കും വരുന്ന അസുഖങ്ങളാണ് വയറ് സംബന്ധിച്ച അസുഖങ്ങൾ, അതല്ലെങ്കിൽ തലവേദനകൾ, ശരീരവേദനകളൊക്കെ. ഇതിലേക്ക് പോവാതെ മാനേജ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇത് നേരത്തെ ഡിറ്റക്റ്റ് ചെയ്യുക, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക എന്നുള്ളതാണ്. കംപ്ലീറ്റ് മാറ്റാൻ ഒരിക്കലും ടോക്ക് തെറാപ്പി മാത്രം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഹെൽപ്ഫുള്ളാവും. കംപ്ലീറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ന്യൂറൽ പാറ്റേൺസ് കംപ്ലീറ്റ്ലി റീവയർ ചെയ്യണം എന്നുള്ളതാണ്. മൈൻഡ് ആൽഗോയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. വേറെ ഒരിടത്തും പറയാൻ പറ്റില്ല. കാരണം നമ്മളിത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് പ്രോപ്പറായിട്ട് മാപ്പ് ചെയ്തിട്ട്, നിങ്ങളുടെ വയറിങ്ങൾ മാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത്. ജനറൽ സൊല്യൂഷൻസ് അല്ല. എല്ലാവർക്കും മെഡിറ്റേഷൻ കൊടുക്കുക ജനറൽ സൊല്യൂഷൻസ് അല്ല. ബ്രെയിൻ്റെ അകത്ത് എവിടെയാണോ പ്രോബ്ലം എന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ടാണ് നമ്മളതിന് സൊല്യൂഷൻ കൊടുക്കുന്നത്. മൈൻഡ് ആൽഗോയിൽ നമ്മളെ ഒരുപാട് ന്യൂറോ സീക്രറ്റ്സ് ഉണ്ട്. റിസർച്ച് ലെവലിലുള്ള ന്യൂറോ സയൻസുകൾ, അതേപോലെ തന്നെ നമ്മുടെ ബ്രെയിനെ എങ്ങനെ ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മുടെ ട്രഡീഷണൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ CBT ഒരു ഘടകം മാത്രമാണ്. പലപ്പോഴും ആങ്സൈറ്റി വരുമ്പം അത് അനുഭവിച്ച ആൾക്കാർക്ക് അറിയാം. ലോജിക്കലി ഒക്കെ കറക്റ്റാണ്. എൻ്റെ ശരീരത്തിൽ അസുഖമൊന്നുമില്ല, എനിക്കറിയാം. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു ഡോക്ടറെ കാണണം, ടെസ്റ്റ് ചെയ്യണം. ഏറ്റവും വലിയ ടെസ്റ്റ് ഏതാണോ, ബ്ലഡ് ടെസ്റ്റ് ഒന്നും പോരാ, FMRI MRI ഒക്കെ ചെയ്യണം, എന്നിട്ട് എനിക്ക് അസുഖമില്ല എന്നുള്ളത് ഡോക്ടർ പറയുമ്പോൾ ഓക്കെ. അല്ലാത്തിടത്തോളം അസുഖമില്ല എന്നുള്ളത് ലോജിക്കലി എനിക്കറിയാം, പക്ഷേ അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് പ്രശ്നം കിടക്കുന്നത് നമ്മുടെ ബ്രെയിൻ്റെ അകത്താണ്, നാഡീകോശങ്ങളിലാണ്. ഈ 300 ബില്യൺ നാഡീകോശങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ അവിടെ നിന്ന് തന്നെ മാനേജ് ചെയ്യണം. അത് ചിന്തകളിലൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ശരിക്കും ന്യൂറോ ഹാക്കിങ്, അതേപോലെ തന്നെ മൈൻഡ് ആൽഗോയുടെ കോർ എന്ന് പറയുന്നത്. ഇനി വരുംകാലത്ത് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതും മാനേജ് ചെയ്യേണ്ടതും നമ്മുടെ ബ്രെയിനിന് നെർവസ് സിസ്റ്റത്തിനെയാണ്. മൈൻഡിൽ ചിന്തകളെ നമുക്ക് മാനേജ് ചെയ്യുന്നതിൽ ഒരുപാട് പരിമിതിയുണ്ട്. കാരണം നമ്മൾ സോഫ്റ്റ്വെയറിൽ മാത്രമല്ല, ഹാർഡ്വെയറിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് സോഫ്റ്റ്വെയറിൽ കളിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടെയും പ്രശ്നം സംഭവിക്കുന്നത്. നമ്മൾ മൈൻഡിൻ്റെ സോഫ്റ്റ്വെയറിൽ മാത്രമാണ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പകരം ഹാർഡ്വെയർ മാനേജ് ചെയ്യുക, ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ ഇനിയും ഫർഹാനെ പോലെ ആളുകൾ ഇനിയും ഉണ്ടാവരുത്. അത് സൂയിസൈഡ് ചെയ്യുന്ന ആ ഘട്ടം വരെ എത്തിയ ആളുകൾ മാത്രമല്ല, ജീവിക്കുന്ന തന്നെ ദുരിതമായിട്ട് ജീവിക്കുന്ന, എന്ത് ചെയ്യണമെന്ന് മാനേജ് ചെയ്യാൻ അറിയാത്ത അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും, ചില ആളുകൾക്ക് ചുറ്റും അവസരങ്ങൾ ഇന്ന് നമുക്ക് പഴയ പോലെയല്ല, ചുറ്റും അവസരങ്ങളുണ്ട്, ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ടും നമുക്കിതൊന്ന് ഉൾക്കൊള്ളാനോ മൈൻഡ് കൺട്രോൾ ചെയ്യാനോ മാനേജ് ചെയ്യാനോ നെർവസ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല. അതിന് എക്യുപ്ഡ് ആക്കുക, ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് മൈൻഡ് ആൽഗോയിൽ നമ്മൾ ചെയ്യുന്നത്.